ഹായ് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റിയൽമി C55 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ കവർ ഇളക്കാൻ പോവുക. സംഭവം ഡിസ്പ്ലേ പൊട്ടിപ്പോയി. ഡിസ്പ്ലേ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. ഇത് മൂന്നാമത്തെ വട്ടമാണ് മാറുന്നതെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കസ്റ്റമർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനലിന് ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ മറ്റുള്ള മൊബൈൽസിൻ്റെ ബാക്ക് പാനൽ കവർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ കവർ അഥവാ അറിയാണ്ട് നമ്മൾ ഇച്ചിരി ഹീറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൊള്ളൽ പോലെ വന്നിട്ട് പിന്നെ പഴയ ലെവലിലോട്ട് അങ്ങ് മാറും. ഞാനത് ഫുൾ വീഡിയോയിൽ ചെറിയൊരു ഹീറ്റ് കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. മറ്റുള്ള മൊബൈൽസൊക്കെ പാട് വന്നു കഴിഞ്ഞാൽ മാറത്തില്ല, അല്ലെങ്കിൽ ഒരു പാട് കാണും, അല്ലെങ്കിൽ അത് അങ്ങനെ ചുളുങ്ങിപ്പോയി തന്നെ ആയിരിക്കും. പക്ഷേ ഈ മോഡലിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ മൊബൈലിൻ്റെ ടോപ്പിൽ മേളിൽ റൈറ്റ് സൈഡിൽ ഫ്രെയിമിൽ ഒരു ബെൻഡ് ഉണ്ട്. അപ്പം ഈ ബെൻഡ് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ്. ഈ ഫ്രെയിം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോകുന്നത്. അപ്പോൾ ബെൻഡുള്ള ഒരു മൊബൈലിൻ്റെ അകത്ത് ഡിസ്പ്ലേ മാറുമ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ. അതെല്ലാം ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ.